എല്ലാവർക്കും നാടൻ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ആണ്. അപ്പം നമ്മൾ മീറ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത്, ചെറിയ പീസുകളായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്തെല്ലാം ചേരുവകൾ ചേർക്കാം എന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിനിട്ടു. പെരുംജീരകം പൊടിച്ചെടുത്തതാണ്, അത് നമ്മൾ ഇട്ട് കൊടുത്തു. ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി 1 ടീസ്പൂൺ. എത്രമാത്രം ചിക്കൻ എടുക്കുന്നു അതനുസരിച്ച് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുക. ഇനി ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചുമന്ന മുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ എരിവ് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ. നമ്മൾ മുളക് പൊടി ഒരു 2-2.25 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം പൊടികളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും വേപ്പിലയും കൂടെ അരച്ച് വെച്ചതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് ഈ ചിക്കനിലൊന്ന് ഇളക്കി പിടിപ്പിച്ച് വയ്ക്കണം. ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ ചേരുവകളെല്ലാം കൂടി, ഈ പൊടിയും ഇഞ്ചിയും എല്ലാം കൂടി വേപ്പിലയും എല്ലാം കൂടി നമ്മൾ ഒന്ന് ഇതേപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് ഒരു മണിക്കൂറോളം നമ്മൾ ഈ പാത്രത്തിൽ വയ്ക്കണം. 1 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഈ മാംസത്തിലെ ഈ ഉപ്പും മുളകും എല്ലാം നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുത്ത എല്ലാ പൊടികളും കൂടെ ചേർന്ന് ഒരു നല്ല രീതിയിൽ ഇത് പിടിച്ചിരിക്കും. അപ്പം ഇത് ഫ്രൈ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 മണിക്കൂറെങ്കിലും നമ്മളിത് വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കുഴച്ച് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചു. ഇപ്പം നമുക്ക് ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം അരപ്പെല്ലാം ചേർത്ത് വെച്ചതാണിത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അരപ്പെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. പാൻ ചൂടായി കിടക്കുന്നതാണ്. അപ്പം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് 2-3 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. ഇതേപോലെ വേപ്പില ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലേവറും കിട്ടും. പിന്നെ നമ്മുടെ ചിക്കൻ പീസുകളൊന്നും പൊടിഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. ഇത് ഈ വെളിച്ചെണ്ണയിൽ കിടക്കുമ്പോൾ ഇതിൻ്റെ വേപ്പിലയുടെ നല്ലൊരു ഫ്ലേവർ നമുക്ക് ഈ ചിക്കനിൽ കിട്ടും. ഇനി നമുക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ചെറിയൊരു പീസുകളാകുമ്പോൾ വളരെ ടേസ്റ്റോടുകൂടി കഴിക്കാനും പറ്റും. കാര്യം വലിയ പീസുകളെക്കാട്ടി നല്ലത് ചെറിയ പീസുകളാക്കി നമ്മൾ ഇതേപോലെ നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ലതുപോലെ അതിനകത്ത് മസാലയെല്ലാം പിടിക്കുകയും ചെയ്യും, നമുക്ക് കഴിക്കാനും എളുപ്പമാണ്. ഇതിന് നമുക്കൊരു 10-20 മിനിറ്റ്, 20 മിനിറ്റ് വേണ്ട, 10 മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കാം. പീസുകൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്കിത് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാൻ. നമുക്കൊരു മൂടി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വശം മൂത്തതിന് ശേഷം മറുവശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ഇവിടെ ഒരു വശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂടി എടുത്തിട്ടൊന്ന് മറിച്ചിട്ട് നോക്കാം. നമുക്കത് ഒരു വശം മറിച്ചിട്ട് നോക്കാം. ഒരു വശം മൂത്തിട്ടുണ്ട്. നമ്മൾ മറുവശം മറിച്ചിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ ചെയ്യണം.
നമ്മൾ ഇത് ഒരു പ്രാവശ്യം ചെയ്യുമെങ്കിൽ ഒരു പ്രാവശ്യം നമ്മളിതുപോലെ മറിച്ചിട്ട് കൊടുക്കണം. എന്നുവെച്ചാൽ പൂർണ്ണമായിട്ടും അത് ഫ്രൈ ആകണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. മാംസമല്ലേ, കട്ടിയുള്ള മാംസമാകുമ്പോൾ അത് ഉള്ളു വേകാൻ കുറച്ച് താമസം വരും. നമുക്ക് ഇത് വെന്തിട്ടുണ്ട്. നല്ലതുപോലെ ഫ്രൈ ആകണമെങ്കിൽ നമ്മളിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കും. ഒന്നുകൂടെ നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. എല്ലാവരും ഈ റെസിപ്പി വെച്ച് നോക്കണം. നമ്മളിത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നല്ലൊരു റെസിപ്പിയായിട്ട് ഉടൻ എത്തുന്നതായിരിക്കും. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.